അയച്ചാൽ ഈ പത്രം കൊടുക്കാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം അവർ പത്രം വായിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ എന്താ പറയുക ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ പണ്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞ ആദ്യം 3-4 കൊല്ലം മുന്നേ കേൾക്കുമ്പോൾ വേറൊരു രീതിയിലായിരുന്നു എടുത്തിരുന്നത്. അതെല്ലാം ഇവിടെ വന്നതിന് ശേഷം ആ ചിന്തകളെല്ലാം മാറി കിട്ടി. പിന്നെ എന്താ പറയുക, ഒരുപാട് യുവാക്കൾ ചില ചെറുപ്പക്കാർ ഒത്തിരി ആൾക്കാർ മാതാവിൻ്റെ അനുഗ്രഹം കിട്ടുന്നുണ്ട്. നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലായി. ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. നേരത്തെ ഞാൻ ജോലി കാണുമ്പോൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് പാട്ട് കേട്ടോണ്ടായിരുന്നു ഫുൾ ടൈം പോയിക്കൊണ്ടിരുന്നത്. അത് മാറിയിട്ട് ഞാൻ എൻ്റെ രാവിലെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 4 ആകുമ്പോൾ എണീക്കും. കുളിയെല്ലാം കഴിഞ്ഞിട്ട് അരമണിക്കൂർ പത്രം നമ്മുടെ ബൈബിൾ വായിച്ചു പോകും. അത് കഴിയുമ്പോഴത്തേക്ക് 5 ആകുമ്പോഴത്തേക്കും പ്രാർത്ഥന കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഫോണിൽ വെക്കുന്ന നമ്മുടെ അച്ഛൻ്റെ ഒരു ടോക്ക് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് വാട്സാപ്പ് വഴി. അതിനുശേഷം പ്രത്യക്ഷീകരണം പറഞ്ഞ് ഒന്നുകൂടെ കേട്ടോണ്ട് പോകും. അതിനുശേഷം ജപമാല ഓരോ ദിവസത്തെ ജപമാല അത് ഫോണിൽ വെച്ച് കേൾക്കും. പിന്നെ കേൾക്കുന്ന മൊത്തം സാക്ഷ്യങ്ങളായിരിക്കും. പിന്നെ ഇപ്പോൾ എനിക്കൊന്ന് ഒരു മാസം ആയതുള്ളൂ കറക്റ്റായിട്ട് എന്നും ജപമാല ചൊല്ലാറുണ്ട് വൈകുന്നേരം. അത് എത്ര രാത്രിയാണെങ്കിലും എനിക്ക് ചൊല്ലാതെ കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ തെറ്റ് ചെയ്തൊരു ഇതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണ് ഓരോന്നൊക്കെ ചെയ്തിരുന്നത്. പേടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്തില്ലേ മാതാവ് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടും, അങ്ങനെയൊക്കെ എൻ്റെ മൈൻഡ് പോയിട്ടുണ്ട്. ആ ഒരു ഇതൊക്കെ മാറിയിട്ട് എപ്പോഴൊക്കെയോ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടവും സ്നേഹവും കാര്യങ്ങളും എല്ലാം മാതാവിനോട് തോന്നുന്നു. ഈശോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മരണം വരെയും എനിക്ക് ഈ ഒരു ഇതിൽ തന്നെ പോയാൽ മതി എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് ഒത്തിരി എന്താ പറയുക, മനസ്സിന് ഒരുപാട് ടെൻഷൻ ഫ്രീ ആണ്, ഒരുപാട് സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ ഓരോ രീതിയിലും മാതാവ് നമുക്ക് ഓരോ അനുഗ്രഹങ്ങൾ തന്നു തരുന്നത്. അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞു ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ വൈഫിനോടാണെങ്കിലും പിള്ളേരോടാണെങ്കിലും ചില ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അതുങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞു നമ്മുടെ മൂടൊന്നും അത്ര ഇതാണെന്ന് പറഞ്ഞാൽ അല്ല അതെന്താ അല്ലെങ്കിൽ അതിനൊന്നും പോകാറില്ലായിരുന്നു, നീ അത് ചുമ്മാ ഇരിക്കുക അങ്ങനെയൊക്കെ ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് പിള്ളേരുമായിട്ട് സമയം ചെലവഴിക്കാനും അല്ല ചില എൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അത് പുറത്തുനിന്ന് കാണുന്നവർക്ക് ചിലപ്പോൾ അറിയില്ല, വീട്ടിലുള്ളവർക്ക് എനിക്കത് നല്ല രീതിയിൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് വെച്ചാൽ അത് എനിക്കതൊരു ഈശോപ്പനായിട്ട് കാണിച്ചു തന്നായിരിക്കും. ഒരു സാക്ഷ്യം ഞാൻ സാക്ഷ്യം കേട്ട കൂടുതൽ ഒരു കൊച്ചു പറയുന്ന ഒരു പട്ടി കടിക്കാൻ വന്ന ഒരു സംഭവം. അന്ന് ഞാനത് എന്താ പറയുക, ഇതിൻ്റെ ആവശ്യമുണ്ടോ ഈ ഒരു രീതിയിലൊക്കെ എന്ത് ഞാൻ ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നതെന്ന് ചിന്തിച്ച ഒരു വ്യക്തിയാണ്. ഈ പറഞ്ഞ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു 3-4 വർഷമായിട്ട് പോകുന്ന റൂട്ട് കണക്ഷൻ വേണ്ടി അവിടെ വെച്ച് ഒരു പട്ടി എന്നെ കടിക്കാനായിട്ട് വന്നു. അത് എനിക്കറിയില്ല, അത് ഓടി വന്ന് എൻ്റെ അടുത്ത് ഞാൻ വണ്ടിയിൽ വീഴാൻ എന്തോ കൊടുത്തുകൊണ്ടാണ് അത് വന്നിട്ട് അതിനെ ആരോ പിടിച്ച് നിർത്തി എൻ്റെ അടുത്ത് വന്നിട്ട് അത് അനങ്ങിയിട്ടില്ല. അത് അവിടെ പോകുന്ന വരെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സ് പറഞ്ഞു അത് യാദൃശ്ചികമായിരിക്കും എന്ന്. പിന്നെ ഒരു 3-4 ദിവസം ഞാൻ റൂട്ട് പോയപ്പോഴത്തേക്കും വീണ്ടും എൻ്റെ മനസ്സിൽ അങ്ങനെ പറഞ്ഞു. ഇതേ ഒരു 50 മീറ്റർ മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ അടുത്ത് ആ സെയിം പട്ടി തന്നെ വരും. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സൊന്ന് തുറപ്പിക്കാനോ അല്ലെങ്കിൽ എന്താ അവനവൻ്റെ ജീവിതമാണ് അവനവൻ ഏറ്റവും വലുത്. അതിൻ്റെ അകത്ത് ചില ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നിസ്സാരം തോന്നുന്നു, മറ്റുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളായിരിക്കും. അത് ഓരോ രീതിയിലായിരിക്കും മാതാവ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് എനിക്ക് ആ ഒരു നിമിഷം കൊണ്ട് മനസ്സിലായി. ഇനിയിപ്പോൾ വീട്ടിൽ പോവാണ്, അവിടെയുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം 3-4 മാസമായിട്ട് അവിടെ കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ അങ്ങനെ ഉൾപ്പെടുത്താറുണ്ട്. എനിക്ക് മുന്നേ പോയും അങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ജോലി റെഡിയായി മാതാവ് അനുഗ്രഹിക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുപോലെ എൻ്റെ മരണം വരെ ഈ ഒരു വിശ്വാസത്തിൽ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും 1000 നന്ദി.